എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ചേട്ടാ. ബേസിക് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏത് ആനയാണെങ്കിലും ഏത് ആനപ്പാപ്പന്മാരാണെങ്കിലും ആനേനെ നമ്മൾ നിർത്തി പോകുമ്പോൾ അത് നീര് സമയത്ത് പാപ്പന്മാര് നിർത്തി പോരുന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് ഒരു മൊത്തത്തിൽ ആനയോടുള്ള സ്നേഹം കൊണ്ടും ആന കേരളത്തിലെ മൊത്തം ആനപ്പാപ്പന്മാരും അല്ലെങ്കിൽ ഓണർമാരും ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കാണണമെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അല്ല, ഇപ്പൊ പറയാനുള്ള കാരണം ഒന്നുമില്ല. ബേസിക് കോമൺ ആയുള്ള കാര്യം മാത്രം പറഞ്ഞുള്ളൂ. എല്ലാ ആനകളുടെ കേസാണെങ്കിലും നീരിൽ പോകുമ്പോൾ നിർത്തി പോകരുത്. ഒന്നില്ലെങ്കിൽ 2 മാസം മുമ്പ് നിർത്തി പോവുക, അല്ലെങ്കിൽ ആന നീര് കഴിഞ്ഞിട്ട് നിർത്തി പോകുക. അപ്പോഴല്ലേ അവർക്ക് ആനയ്ക്ക് വേറെ ആൾക്ക് മാറാനും നീര് സമയത്ത് ആനയെ പരിപാലിക്കാനുള്ള സമയം ഉണ്ടാവും. അത്ര മാത്രമേ ഉള്ളൂ. വേറൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അല്ലാതെ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തല്ല, ഒരാളെ ബേസിക്കല്ല. ആ ഒരു വിഷമം മാത്രം നമ്മൾ ആന സ്നേഹി അല്ലെങ്കിൽ ആനയുമായി പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് പറഞ്ഞു. അത് ആരെയും കുറ്റപ്പെടുത്താനും അല്ല, ആരെയും ഇതാക്കാനും. അത്രേ ഉള്ളൂ. നമുക്ക് എത്ര പറയാം. ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്, ഇവിടെ ഉള്ള ആൾ തന്നെയാണ്. അത്രേ ഉള്ളൂ. വിഷമം തന്നെയാണ്. നമുക്കിപ്പോ ഇനിയും നല്ല രീതിയിലാണെങ്കിൽ എത്രയോ വർഷം ഇനിയും ഒന്നും കൂടെ നന്നായിട്ട് നമുക്കൊക്കെ ഇവിടെ വന്ന ഓരോ ജനങ്ങളിപ്പോ മുതലല്ല പ്രതീക്ഷ ആനയുള്ള സ്നേഹം കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ അത് എത്രത്തോളം വികാരം എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് ആനയെന്ന്, അയ്യപ്പൻ എന്തായിരുന്നെന്നും അറിയാം. നമുക്ക് അത് ചന്തം തന്നെയാണല്ലോ. അങ്ങനെ പാലക്കാട് ജില്ലയിൽ ഇപ്പൊ നമ്മൾ പാലക്കാട് ജില്ലക്കാരാണല്ലോ. നമ്മളെ സംബന്ധിച്ചോളം കേരളത്തിൽ നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും മംഗലാംകുന്ന് അയ്യപ്പന്റെ നാട് എന്ന് പറയുമ്പോൾ തന്നെ അത് നമുക്കൊരു ബഹുമാനവും അതൊരു സന്തോഷം തന്നെയാണ്. ആ ഒരു അഹങ്കാരം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. മംഗലാംകുന്ന് പേര് മംഗലാമല്ല. നമ്മളിപ്പോ കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴയൊക്കെ പോകുമ്പോഴും നമ്മളെ സംബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ നമ്മൾ മംഗലാംകുന്ന് അയ്യപ്പൻ എന്ന് പറയുമ്പോൾ അത് അവിടെയൊക്കെ നമുക്ക് വേറൊരു പവർ തന്നെയാണ്. കേരളത്തിന് മൊത്തം ഒരു വികാരമുണ്ട് എങ്കിലും അത് കേരളത്തിന്റെ ഒരു പവർ തന്നെയാണ്. പക്ഷെ ആ ഒരു അഹങ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് അതൊരു വിഷമം തന്നെയാണ്. സംഭവിക്കാം. പലതും പല രീതിയാണല്ലോ. ഒന്ന് പോകുമ്പോൾ അടുത്ത് വരാറുണ്ടല്ലോ. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ അത് സംഭവിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇനിയും നമുക്ക് ആവേശം കൊള്ളാനും ഈ രീതിയിൽ സന്തോഷിക്കാനും വേറെ അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് സന്തോഷിക്കും. അതൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഉണ്ടായിരുന്നു. അതിപ്പോ ഉടമസ്ഥരാണെങ്കിലും എല്ലാവരും അതിനെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചു. ആരും അതിന് ഒരു വേറെ രീതിയിൽ ഒന്നും വരും. അവരെ മാക്സിമം അവർ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും അതിലിപ്പോ 100 അഭിപ്രായം ഉണ്ട്. അതിലും നമുക്ക് അഭിപ്രായമില്ല. നമുക്ക് ഇവിടെ അറിയുന്നിടത്തോളം അവർ നല്ല രീതിയിൽ തന്നെ എല്ലാവരും ചെയ്യുന്നു. എല്ലാവരും അവരുടേതായ മാക്സിമം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ആരും മോശമായിട്ട് പ്രവർത്തിച്ചില്ല. എല്ലാവരും അവരുടേതായ മാക്സിമം ചെയ്തു. എന്റെ അഭിപ്രായം വെച്ചാൽ നീരിൽ ഒരു ആനയെ കെട്ടിപ്പോകുന്നത് ശരിയല്ല. ഒന്നില്ലെങ്കിൽ നീരിന് മുമ്പ് കെട്ടിപ്പോവോ, വേറെ ആൾ കൈമാറ്റം ചെയ്തു, അല്ലെങ്കിൽ നീര് കഴിഞ്ഞിട്ട് വേറെ ആൾ കൈമാറ്റം ചെയ്തു. അതാണ് അതിന്റെ ഒരു ശരി. അതെ. പക്ഷെ ചട്ടം മാറുമ്പോ പക്ഷെ നീരിൽ കെട്ടിപ്പോകുമ്പോൾ പ്രശ്നമുണ്ട്. വേറെ ആൾക്ക് പരിപാലിക്കാൻ കഴിയില്ലല്ലോ. ഓരോ ആനകൾക്കും ഓരോ രീതിയല്ലേ. ഇല്ല, പഴയ ആളില്ലാന്നാണ് എന്റെ അറിവ്. ശശിയേട്ടൻ അന്ന് ഉണ്ടായിരുന്നില്ല. ശശിയേട്ടൻ തിരുവമ്പാടിക്ക് പോകും, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അതാണ്. അപ്പൊ ആനപ്രേമി എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ശശിയേട്ടനെ കുറ്റപ്പെടുത്താനോ ഓണറെ കുറ്റപ്പെടുത്താനോ നമ്മളില്ല. അവസരം. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ ചില സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് തന്നെ ചെയ്യണം. അത്രേ ഉള്ളൂ.